നമസ്കാരം. പാർലമെന്റിലെ ചർച്ചകളും ആരോപണങ്ങളുമാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ലോക്സഭയിൽ തന്റെ കന്നി പ്രസംഗത്തിനിടെ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് ആഞ്ഞടിക്കാൻ ശ്രമിക്കുന്നതിനിടെ വയനാട് എം.പി. പ്രിയങ്ക ഗാന്ധിക്ക് പറ്റിയ അബദ്ധം വാർത്തകളിലൂടെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. പ്രസംഗം ആരംഭിച്ച പ്രിയങ്ക ഹിമാചൽ പ്രദേശിനെ കുറിച്ച് പരാമർശിക്കുകയും തൽഫലമായി തന്റെ കുറ്റപ്പെടുത്തലുകൾ അവിടുത്തെ സർക്കാരിനെതിരെ ആയിപ്പോവുകയുമായിരുന്നു. ഇതിന് കൈയടിക്കുന്ന നിരവധി കോൺഗ്രസ് എംപിമാരും ഉണ്ടായിരുന്നു. കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി നിയമങ്ങൾ മെനയുന്നു, ആപ്പിൾ കർഷകരുടെ ഉപജീവനത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന നയങ്ങൾ നടപ്പിലാക്കുന്നു എന്നിങ്ങനെയായിരുന്നു ഹിമാചലിനെ കുറിച്ച് പ്രിയങ്കയുടെ വാക്കുകൾ. അദാനി വിഷയം ഉന്നയിക്കുന്നതിനിടെ ഹിമാചൽ പ്രദേശിലെ ആപ്പിൾ കർഷകരുടെ ദുരവസ്ഥയും അറിയാതെ പ്രിയങ്ക ഗാന്ധി ചൂണ്ടിക്കാട്ടി. ഹിമാചൽ പ്രദേശ് നിലവിൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെന്ന കാര്യം ഒരു വേള പ്രിയങ്ക ഗാന്ധി മറന്നുപോയെന്നതാണ് സത്യം. മണ്ടത്തരം കാണിക്കുന്നതിനും പറയുന്നതിലും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും തമ്മിൽ എന്തെങ്കിലും മത്സരം നടക്കുന്നുണ്ടോ എന്നതാണ് ഇപ്പോഴത്തെ സംശയം. കാരണം ഇപ്പോൾ ചർച്ചയാകുന്നത് സഹോദരിക്ക് പിന്നാലെ എയറിൽ കയറിയ രാഹുൽ ഗാന്ധി തന്നെയാണ്. പൊതുവെ തന്റെ പ്രസംഗങ്ങളിലൂടെ പലപ്പോഴും പുലിവാല് പിടിക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന വിലയിരുത്തൽ ജനങ്ങൾക്കിടയിൽ ഉള്ളതാണ്. എന്നാൽ അത് ഒന്നുകൂടി നേതാവ് പാർലമെന്റിൽ തെളിയിച്ചിരിക്കുകയാണ്. തപസ് എന്നാൽ ശരീരം ചൂടാക്കാനാണെന്ന രാഹുൽ ഗാന്ധിയുടെ നിർവചനം കേട്ട് പാർലമെന്റിൽ ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ എംപിമാർ പൊട്ടിച്ചിരിച്ചു. രാഹുൽ ഗാന്ധിയുടെ അറിവില്ലായ്മ തിരിച്ചറിഞ്ഞായിരുന്നു എംപിമാരുടെ ഈ പ്രതികരണം. ഭരണഘടനയെക്കുറിച്ചുള്ള സംവാദത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ ഈ മണ്ടത്തരം. ഏകലവ്യന്റെയും ദ്രോണയുടെയും കഥ പറയുന്നതിനിടെയാണ് തപസ്സിനെ കുറിച്ച് രാഹുൽ പറഞ്ഞത്. ഒരിക്കൽ ഏകലവ്യൻ എന്ന രാജകുമാരൻ ഉണ്ടായിരുന്നു. അവൻ തപസ്യ ചെയ്തു. അതിന്റെ ഭാഗമായി അവൻ വെളുപ്പാങ്കാലത്ത് വില്ലെടുത്ത് പുറപ്പെട്ടു. തപസ്യ എന്നാൽ ശരീരം ചൂടാക്കലാണ്. മഹാഭാരതത്തിൽ ഏകലവ്യന്റെ കഥ പറയുന്നതിനിടയിലായിരുന്നു രാഹുൽ ഈ മണ്ടത്തരം വിളമ്പിയത്. അടുത്ത മണ്ടത്തരം ദ്രോണാചാര്യൻ ശിഷ്യനായ ഏകലവ്യന്റെ വിരൽ മുറിച്ചെടുത്തു എന്ന് പറഞ്ഞതാണ്. വാസ്തവത്തിൽ ഗുരുദക്ഷിണയായി ഏകലവ്യൻ ഗുരുവിന് സമർപ്പിക്കുകയായിരുന്നു തന്റെ വിരൽ. അതേസമയം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിച്ച് മണ്ടത്തരം പറയുന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും കത്തി നിൽക്കുന്നത്. കാര്യം മനസ്സിലാക്കാതെ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്ന ശീലം കോൺഗ്രസിന്റെ പാരമ്പര്യമാണെന്ന തരത്തിലാണ് ഇപ്പോൾ ആരോപണങ്ങൾ ഉയരുന്നത്. കൂടാതെ പാർലമെന്റിൽ ഭരണഘടനയെക്കുറിച്ചുള്ള സംവാദത്തിൽ നെഹ്റു മുതൽ രാഹുൽ ഗാന്ധി വരെയുള്ള ഗാന്ധി കുടുംബങ്ങളെ മുഴുവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടന്നാക്രമിച്ചതും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. കോൺഗ്രസ് രാജ്യത്തിന്റെ ഭരണഘടനയെ അപമാനിക്കുകയാണ്. കോൺഗ്രസിലെ ഒരു കുടുംബം ഭരണഘടനയെ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചു. ഒരു കുടുംബം ഇന്ത്യ 55 വർഷം ഭരിച്ചു. ഭരണഘടനയെ തകർക്കുന്നതെല്ലാം അവർ ചെയ്തു. വ്യക്തി താല്പര്യത്തിനു വേണ്ടി നിയമവിരുദ്ധമായി ഭരണഘടന ഭേദഗതി ചെയ്തുവെന്നാണ് മോദി പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ 4 സൈഡിൽ നിന്നും കോൺഗ്രസിന് പണി കിട്ടിയിരിക്കുകയാണ്. ഷോ കാണിക്കാൻ പറയുന്ന പലതും അവർക്ക് തന്നെ പണിയായി മാറുന്നു എന്നതാണ് സത്യം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.